ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഏതു നിയോഗവും സമർപ്പിച്ചു പ്രാർത്ഥിക്കാവുന്ന ഒരു വചനക്കൊന്തയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ചാനൽ തുടങ്ങിയ ആദ്യ നാളുകളിൽ ഇത്തരമൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അന്നത് കേട്ട് പ്രാർത്ഥിച്ച ഒത്തിരി പേർക്ക് അനുഗ്രഹം ലഭിച്ചതായി പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഒരമ്മ തൻ്റെ മകന് നല്ലൊരു ജോലി ലഭിക്കാത്തതോർത്ത് വിഷമിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഈ വചനക്കൊന്തയാണ് പറഞ്ഞു കൊടുത്തത്. ഇത് പ്രാർത്ഥിച്ച് അമ്മ കിടന്നുറങ്ങിക്കോളൂ, നാളെ മകൻ്റെ ജീവിതത്തിൽ സന്തോഷകരമായൊരു വാർത്ത കേൾക്കാനായിട്ട് അമ്മയ്ക്ക് സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അമ്മ ആ രാത്രി കണ്ണുനീരോടെ ഈ വചനക്കൊന്ത ചൊല്ലി മകനായിട്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ മകൻ അമ്മയെ വിളിച്ചിട്ട് പറയുകയാ, അമ്മേ, ഒരുപാട് കമ്പനികളിൽ നിന്ന് എനിക്ക് കോള് വന്നു. ഇന്ന് നല്ല സാലറി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ജോലികളാണ്. ഇതിലേത് തിരഞ്ഞെടുക്കണമെന്ന കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഒറ്റ രാത്രി കൊണ്ട് വചനം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ ഈശോ മാറ്റിമറിച്ചത് കണ്ടോ? 2 ദിവസം മുമ്പ് നടന്ന സംഭവമാണിത്. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നോർത്തത്. നിങ്ങൾ എഴുതിയിടുന്ന കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ഒരുപാട് മക്കൾ ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഏതു പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാനായിട്ട് ഈ വചനക്കൊന്ത ചൊല്ലി വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. പലവിധ പ്രശ്നങ്ങളാൽ വലയുന്ന പ്രിയമക്കളെ, ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. വചനത്തിലൂടെ ഈശോയാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. നിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ദൈവവചനത്തിന് ശക്തിയുണ്ടെന്ന് ഉറച്ചങ്ങ് വിശ്വസിക്കുക. വിശ്വാസത്തോടെ നമുക്കൊന്നിച്ച് ഈ വചനക്കൊന്ത ചൊല്ലി നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹെബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ലൂക്ക 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. 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 ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. ജോബ് 42:2. അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. 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 അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു.
അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. 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 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. 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 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ജെറമിയ 32:27. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? 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 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഓ ഈശോയെ, വിശ്വാസത്തോടുകൂടി ഈ വചനക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന സകല മക്കളുടെയും നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.